സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 20 കോടിയോളം രൂപയുടെ വെട്ടിപ്പ് നടത്തി മുങ്ങിയിട്ടും ഒരു കൂസലുമില്ലാതെ ധന്യ. കഴിഞ്ഞ ദിവസത്തെ ധന്യയുടെ പ്രതികരണത്തിൽ വ്യക്തമാണ് വമ്പൻ സ്രാവുകൾ ആരോ അവർക്ക് പിന്നിലുണ്ട് എന്നത്. പോലീസ് അന്വേഷണം കടുത്തതോടെ കഴിഞ്ഞ ദിവസം ഇവർ കീഴടങ്ങുകയുണ്ടായി. ധന്യ മോഹൻ ശരിക്കും പറഞ്ഞാൽ തട്ടിക്കയറിയതും രോഷം പ്രകടിപ്പിച്ചതും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടായിരുന്നു. കൊല്ലം സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനിടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടായിരുന്നു പരിഹാസത്തോടെയുള്ള ധന്യയുടെ മറുപടി. കുറ്റം ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് 5 സെന്റ് സ്ഥലം ചന്ദ്രനിൽ മേടിച്ചിട്ടുണ്ട് എന്നായിരുന്നു മറുപടി. ചന്ദ്രനിലോ അവിടെയാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതെ അവിടെയാണ് എന്ന് ചങ്കൂറ്റത്തോടെ ഒന്നുകൂടി ആവർത്തിക്കുകയും ചെയ്തു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ഈ ബാഗ് മുഴുവൻ കാശാണെന്നും വേണമെങ്കിൽ വന്ന് തുറന്നു നോക്കിയാൽ കിട്ടുമെന്നുമായിരുന്നു ധന്യയുടെ മറുപടി. കേസുമായി ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദവും ധന്യയുടെ മുഖത്തുണ്ടായിരുന്നില്ല എന്നതും സംശയം ജനിപ്പിക്കുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ വലപ്പാട് ഓഫീസിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ധന്യ. 20 വർഷത്തോളമായി കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നാണ് ഇവർ 8148 ബെനിഫിഷ്യറി ട്രാൻസാക്ഷനിലൂടെ തുക തട്ടിച്ചത്. ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം, അച്ഛന്റെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷത്തോളം രൂപയും വന്നതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ആഡംബര ജീവിതത്തിന് വേണ്ടിയാണ് ഇവർ പണം ഉപയോഗിച്ചിരുന്നത് എന്നും ഓൺലൈൻ റമ്മിക്കളിയിലും ഇവർ പണം ഇറക്കിയിരുന്നതായും പോലീസ് പറഞ്ഞു. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണവും ശക്തമാക്കിയതോടെയാണ് വൈകിട്ട് ധന്യ കീഴടങ്ങിയത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പല തട്ടിപ്പ് വെട്ടിപ്പ് കേസുകളിലും പ്രതി കൂളായിട്ട് ഏതാനും നാളുകൾക്ക് ശേഷം നടക്കുന്നതാണ് പലരും കണ്ടിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഇത്തരക്കാർക്ക്, ഇത്തരം പ്രവണത ഉള്ളിലുള്ളവർക്ക് കൂടുതൽ കുറ്റങ്ങൾ ചെയ്യാനും വെട്ടിപ്പും തട്ടിപ്പും നടത്താനുമുള്ള പ്രേരണയായി മാറുന്നു എന്ന് വേണം പറയാൻ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും രാഷ്ട്രീയക്കാരിടപെട്ടോ അല്ലെങ്കിൽ അതുപോലെ ഉന്നത സ്വാധീനത്തിലൂടെയോ ഇത്തരം തട്ടിപ്പും വെട്ടിപ്പും നടത്തിയവർ നമ്മുടെ നാട്ടിൽ വിലസുന്നത് നമുക്കിപ്പോഴും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിസ്സാരം പോലെ ഇത്രയും കോടിക്കണക്കിന് പൈസ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം വരാം. എന്നാലും ഒരു സ്ത്രീ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ അത്തരക്കാരിയാണോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ തട്ടിപ്പ് നടത്താനുള്ള കേപ്പബിൾ ആണോ എന്നൊക്കെ നമുക്ക് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ ഓരോ രൂപഭാവത്തിലും അല്ലെങ്കിൽ അവരുടെ ഭാവങ്ങളെല്ലാം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും അതിന് ഇത്രയേ ഉള്ളൂ, കുറച്ചു കാലം കഴിയുമ്പോൾ സുഖമായി നമുക്ക് തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് മടങ്ങാമെന്ന ചിന്ത പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികൾ കൂടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 3 ആഡംബര കാറുകളാണ് ധന്യ തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയിരിക്കുന്നത്. ധന്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റാരുടെയെങ്കിലും പേരിൽ കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുമുണ്ട്. 20 വർഷത്തോളമായി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ധന്യ ചെറിയ രീതിയിലുള്ള തട്ടിപ്പുകൾ ആദ്യം മുതൽ നടത്തിയിരുന്നു. ഇത് പിടിക്കപ്പെട്ടില്ല. ഈ ആത്മവിശ്വാസത്തിലാണ് വലിയ തട്ടിപ്പുകളിലേക്ക് എത്തിയത്. 3 വർഷമായാണ് വലിയ തുകകൾ ധന്യ തട്ടിച്ചത്. ഈ പണം മുഴുവൻ ആഡംബരത്തിനായാണ് ചിലവഴിച്ചത്. വലപ്പാട് സ്വന്തമായി വീട് വാങ്ങിയിരുന്നു. അതിനോട് ചേർന്നുള്ള സ്ഥലവും ഈ അടുത്ത കാലത്ത് ധന്യ വാങ്ങിയിരുന്നു. ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിട്ടില്ല എന്നാണ് വിവരം. 20 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ധനകാര്യ സ്ഥാപനം പരാതിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെവിടെയെങ്കിലും പണം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ധന്യയുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.